ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 10ഉം 11ഉം വാക്യങ്ങൾ വായിക്കുന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ലോകം അറിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിടുതലിന്റെയും വീണ്ടെടുപ്പിന്റെയും ചരിത്ര സംഭവമാണ് ക്രിസ്തുമസ്. എന്നാൽ ഈ ദിനം എന്തിനെക്കുറിച്ചാണ് വിളിച്ചറിയിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു വാക്ക് ഈ വേദഭാഗത്തിലുണ്ട്. ഹല്ലേലൂയ എന്നതാണ് ആ വാക്ക്. ഇത് 2 എബ്രായ പദങ്ങളുടെ സംയോജനമാണ്. ഹല്ലേൽ സ്തുതിക്കുക എന്നും യാഹുവേ ദൈവമെന്നും. നിരന്തരം ദൈവത്തെ സ്തുതിക്കുക എന്നാണ് ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവസ്നേഹത്തിന്റെ ആദ്യ സ്വീകർത്താക്കളാകുന്ന ഇടയന്മാരുടെ മേൽ ഹല്ലേലൂയ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ വ്യത്യസ്തമായ രക്ഷാപദ്ധതി ഘോഷിക്കപ്പെടുന്നു. ഇസ്രയേലിലെ മതനേതാക്കളെയോ രാഷ്ട്രീയ നേതാക്കന്മാരെയോ ധനികരായ പൗരന്മാരെയോ തിരഞ്ഞെടുക്കാതെ വാഗ്ദത്ത മശിഹ തന്റെ ജനത്തെ രക്ഷിക്കാൻ വന്നു എന്ന വാർത്തയുടെ ആദ്യ സ്വീകർത്താക്കളായി ഇടയന്മാരെ ദൈവം തിരഞ്ഞെടുക്കുന്നു. എന്തായിരിക്കാം ഈ തിരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം? ഒരു ഇടയന്റെ ശുശ്രൂഷ താഴ്മയുടെ ശുശ്രൂഷയാണ്, സൗമ്യതയുടെ ശുശ്രൂഷയാണ്. അത് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. അവരുടെ ശുശ്രൂഷ പ്രകടനത്തിലായിരുന്നില്ല, മറിച്ച് ഹൃദയം കൊണ്ടുള്ള ശുശ്രൂഷയായിരുന്നു. അങ്ങനെയുള്ളവരെയാണ് ദൈവം തന്റെ മഹത്വം പാടാൻ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ഉയർന്നു കേട്ട മറ്റൊരു ശബ്ദം ഭയപ്പെടേണ്ട എന്നതായിരുന്നു. ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ പ്രത്യാശയും ആശ്രയവും അവനിൽ മാത്രമാണോ എന്ന് ദൈവം ഉറപ്പുവരുത്തുന്നു. ഇടയന്മാർ ഒരിക്കലും ഭയമുള്ളവരായിരുന്നില്ല. കാരണം അവർ നിരന്തരം വേട്ടക്കാരാൽ ഭീഷണികളിൽ നിറഞ്ഞവരായിരുന്നു. എതിരാളികളാൽ കൊല്ലപ്പെടുവാനുള്ള എല്ലാ സാധ്യതകളും അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് നാം ഓർക്കേണ്ടത്. ഗോലിയാത്തിനെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുവാനുള്ള തന്റെ യോഗ്യതകളെ ദാവീദ് രാജാവിനോട് വിവരിക്കുമ്പോൾ ഇടയവേലയാണ് തന്നെ ഒരു പട്ടാളക്കാരനാക്കാൻ ശക്തനാക്കിയത് എന്ന് ദാവീദ് ശൗൽ രാജാവിനോട് വിളിച്ചു പറയുന്നു. ആ രാത്രിയിൽ ബേത്ലഹേമിൽ ഇടയന്മാരുടെ മുമ്പിൽ കർത്താവിന്റെ ദൂതന്മാർ നിന്നപ്പോൾ ദൈവമഹത്വം അവരുടെ മധ്യത്തിൽ പ്രകാശിച്ചു. അവർ ഭയഭക്തിയാൽ നിറഞ്ഞവരായി തീർന്നു. ആ നിമിഷം അവരിൽ വിശ്വാസം വർദ്ധിച്ചു. അവരുടെ ഇടയിൽ പ്രഖ്യാപിക്കപ്പെട്ട വീണ്ടെടുപ്പിന്റെ മഹത്വം കാണാൻ തിടുക്കത്തിൽ സമർപ്പണത്തോടെ പുൽക്കുടിലേക്ക് അവർ യാത്രയായി. അതെ, ഈ ദിനം ഹൃദയം കൊണ്ട് ഹല്ലേലൂയ പാടാൻ, വിശ്വാസത്തിന്റെ കാഴ്ചകളെ കണ്ട് ഭയഭക്തിയോടെ ക്രിസ്തുവിന്റെ മുമ്പിൽ സമർപ്പിതരായി നിൽപ്പാൻ ദൈവം നമ്മെ വിളിക്കുന്നു. അതെ, ഇതൊരു ചരിത്ര നിമിഷമാണ്. ലോകം ഇതുവരെ അറിഞ്ഞിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും വലിയ വീണ്ടെടുപ്പിന്റെയും വിടുതലിന്റെയും ചരിത്ര നിമിഷം. ഈ നിമിഷത്തിൽ നമുക്ക് താഴ്മയോടെ സൗമ്യതയോടെ നിരുപാധിക സ്നേഹത്തിന്റെ വക്താക്കളാകാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയനാഥ, അങ്ങേ നിരന്തരം സ്തുതിക്കുന്ന ആരാധനാനുഭവത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആശങ്കകളുടെ ഇന്നിന്റെ കാലത്തിൽ ഭയപ്പെടേണ്ട എന്ന ദിവ്യ ശബ്ദം കേട്ട് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.